ഹലോ, ഇന്ന് ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ബ്രാൻഡ് എങ്ങനെയായിരിക്കണം, എന്താണ് ബ്രാൻഡിന്റെ ആവശ്യകത, അതിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, നിങ്ങൾ ഡേ 1 മുതൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾ ഓൾറെഡി പ്രൊഡക്റ്റ് ഒന്നും മാർക്കറ്റിൽ ഇറക്കിയിട്ടില്ല, ജസ്റ്റ് ഇറക്കാൻ പോകണുള്ളൂവെങ്കിലും ഇനി ഇറക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ വാച്ച് ചെയ്യുക, ഒരുപാട് ഉപകാരപ്പെടും. എന്താണ് ഒരു ബ്രാൻഡ്? ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറുടെ മനസ്സിൽ നിങ്ങളെ പറ്റിയുള്ള ധാരണയാണ്. നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ കമ്പനി എന്തോ ആയിക്കോട്ടെ, അതിനെപ്പറ്റിയുള്ള ഒരു ധാരണയാണ് ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പല ഡെഫിനിഷനുകൾ ഇതിന് പറയുന്നുണ്ട്. ഒരു സിംഗിൾ ഡെഫിനിഷൻ വെച്ചിട്ട് പറയാൻ പറ്റില്ല. പലരും പല രീതിയിലും, പല സ്കോളേഴ്സും പല രീതിയിൽ ഇത് പറയുന്നുണ്ട്. എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഈ ധാരണ പോസിറ്റീവാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അതിന് പല ഘട്ടങ്ങളുണ്ട്, അതും ഞാൻ ഈ വീഡിയോയിൽ വിശദീകരിക്കാം. ആദ്യം തന്നെ എന്തിനാണ് ഈ ബ്രാൻഡ് ചെയ്യേണ്ട കാര്യം, എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി നമ്മൾ ഇത് ചെയ്യേണ്ട കാര്യം? ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം വാങ്ങിച്ചു, ഉണ്ണിയപ്പത്തിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. എന്തെന്നറിയില്ല, ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ഉണ്ണിയപ്പത്തിന്. രണ്ടാമത് വീണ്ടും വാങ്ങാൻ വേണ്ടി നിങ്ങൾ നോക്കിയപ്പോൾ വീട്ടുകാരോട് ചോദിച്ചു ഏതാണ് ആ കമ്പനി അല്ലെങ്കിൽ ഏതാ ബ്രാൻഡ് എന്ന് ചോദിച്ചപ്പോൾ അവരൊരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തു തന്നത്. ചുമ്മാ ഒരു പ്ലാസ്റ്റിക് കവർ ചെയ്ത് ഈ പാക്കറ്റിലാണ് കിട്ടിയത്. നമുക്ക് ഒരു ഐഡന്റിറ്റിയിൽ ഒന്നുമില്ല. അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു സ്റ്റിക്കർ അവർ വെച്ചിട്ടുണ്ടായിരിക്കണം, എന്തെങ്കിലും ഒരു നന്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേര് പറഞ്ഞിട്ട്. ആ സ്റ്റിക്കറൊക്കെ ഓയിൽ പിടിച്ച് ഓൾറെഡി പോയിട്ടുണ്ട്. ഇപ്പം രണ്ടാമത് ആ ഒരു നല്ല ഉണ്ണിയപ്പമായിരുന്നു, പക്ഷെ രണ്ടാമത് അവരെ വാങ്ങിക്കാൻ ഒരു മാർഗമല്ല. അവരുടെ പേരില്ല, നാളില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു കസ്റ്റമറെ നഷ്ടമായി, ഒരു റിപ്പീറ്റഡ് കസ്റ്റമറെ നഷ്ടമായി. ബ്രാൻഡിങ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെയിൻ റീസൺ ഇതാണ്. നിങ്ങളിലേക്ക് കസ്റ്റമർക്ക് വീണ്ടും എത്താനുള്ള ഒരു പാത്ത് വേ ആണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ അതേസമയം അവരത് നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് ഇറക്കിയായിരുന്നെങ്കിലും ഞാൻ വീണ്ടും അവരുടെ കസ്റ്റമർ ആയാലും ഞാൻ ആ വാങ്ങിച്ച ഷോപ്പിൽ അല്ലെങ്കിൽ വേറെ ഷോപ്പിൽ ചെന്നിട്ടാണെങ്കിലും ചോദിക്കും ഇന്ന ബ്രാൻഡിന്റെ ഉണ്ണിയപ്പം ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷെ ഇവരത് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു കസ്റ്റമറെ നഷ്ടമായി. മാത്രമല്ല അവരെടുത്ത പണി വേസ്റ്റായി. ഇത്രയും നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇറക്കിയിട്ട് ബ്രാൻഡ് ചെയ്യാൻ മറന്നുപോയി, അല്ലെങ്കിൽ അറിയില്ല. ഈ ഒരു കാരണം കൊണ്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു കസ്റ്റമർ അവർക്ക് നഷ്ടമാണ്. അതൊന്നാമത്തെ ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് റഷ്യയിലൊരു സംഭവം നടന്നിരുന്നു. സോവിയറ്റ് യൂണിയന്റെ കീഴിലായപ്പോൾ പല പ്രൊഡക്റ്റുകളും ബ്രാൻഡ് ചെയ്യാൻ പാടില്ല, അത് ക്യാപിറ്റലിസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ്. റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് കോട്ടം തട്ടും എന്ന് പറഞ്ഞ് അവര് ഈ ബ്രാൻഡിങ്ങിനെ അത് വേണ്ട, അത് ഒരു വെസ്റ്റേൺ അമേരിക്കൻ സ്റ്റൈലാണ്, നമുക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പല പ്രൊഡക്റ്റുകൾക്കും ബ്രാൻഡ് വെക്കാൻ ഇവർ അനുമതി നൽകിയില്ല. ഇപ്പൊ ബ്രെഡ് ആണെങ്കിൽ ബ്രെഡിന് ഒരു ബ്രാൻഡ് ഉണ്ടാവില്ല, ഇപ്പൊ മോഡേൺ എന്നുള്ള ബ്രാൻഡ് ഉണ്ടാവില്ല, ജസ്റ്റ് ബ്രെഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വെക്കാം. അങ്ങനെ പല പ്രൊഡക്റ്റുകളും അങ്ങനെ വന്ന് പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും അലമ്പാൻ തുടങ്ങി, ക്വാളിറ്റിയിൽ മോശം ക്വാളിറ്റി ഇറക്കാൻ തുടങ്ങി. കാരണം ബ്രാൻഡില്ല. നമ്മളിപ്പോൾ എന്തിറക്കിയാലും മാർക്കറ്റിൽ ഒരു വിലയുള്ളൂ, വാങ്ങണോ വാങ്ങട്ടെ, വാങ്ങണ്ടാത്തോ വാങ്ങണ്ട എന്നുള്ളൊരു അലംഭാവമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ചില മിലിറ്ററി വാർഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല മിലിറ്ററി എക്യുപ്മെന്റ്സുകളിലും ഇതേ അവസ്ഥ വന്നു. 2-3 കമ്പനി ഉണ്ടെങ്കിൽ എല്ലാവരും ഒരേ സ്പെയർ പാർട്സ് ഇറക്കുന്നു. ആർക്കും വലിയ ഇൻസെന്റീവോ കാര്യങ്ങളോ ഒന്നും കിട്ടണില്ലെങ്കിൽ അവരും അലമ്പാൻ തുടങ്ങി. അങ്ങനെ ചില കപ്പലുകളിലും മറ്റും സ്പെയർ പാർട്സുകളുടെ ക്വാളിറ്റി ഇല്ലായ്മ മൂലം ഇപ്പൊ മറ്റ് ശത്രു രാജ്യത്തെ ആളുകൾ വന്ന് ആക്രമിക്കാതെ തന്നെ വെള്ളം കയറി മുങ്ങി മരിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ വന്നപ്പോൾ എവിടെയോ പ്രശ്നമുണ്ടെന്ന് ഗവൺമെന്റ് ഇങ്ങനെ അന്വേഷണം തുടങ്ങിയ സമയത്താണ് ബ്രാൻഡിങ്ങിന്റെ ആവശ്യകതയെ പറ്റി അവരും മനസ്സിലാക്കുന്നത്. എല്ലാത്തിനും അവരുടേതായിട്ടുള്ള ബ്രാൻഡ് വേണം, എന്നാലേ അവരെ പിടിക്കാൻ പറ്റുള്ളൂ. ഇത് ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് നമുക്ക് അറിയണ്ടേ, അവരിലേക്ക് എത്തിപ്പെടണ്ടേ. അങ്ങനെ ബ്രാൻഡിങ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു, ബ്രാൻഡ് ചെയ്ത് വിൽക്കാനുള്ള അനുമതി കൊടുത്തു. അപ്പോൾ കമ്പനികൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി, മിനിമം വരുത്തേണ്ട ക്വാളിറ്റികളെല്ലാം വെച്ച് അവർ ചെയ്യാൻ തുടങ്ങി. ഇതാണ് ബ്രാൻഡിങ്ങിന്റെ മറ്റൊരു ഇത്. ആർക്കും ഒരു ഇൻസെന്റീവ് ഇല്ലെങ്കിൽ അവർ ബ്രാൻഡിങ്ങിനെ പറ്റി ചിന്തിക്കില്ല. നിങ്ങളൊരു ബ്രാൻഡ് ഇറക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പോസിറ്റീവ് റിവ്യൂ കിട്ടാൻ നേരത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി മോട്ടിവേഷൻ ആവും ബ്രാൻഡിങ് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡേ 1 മുതൽ ബ്രാൻഡിങ്ങിനെ പറ്റി ചിന്തിക്കണമെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് അതിന്റെ സ്റ്റെപ്പ്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? പലരും പറയും ലോഗോയാന്ന് പറയും, ഒരിക്കലും അല്ല എന്നുള്ളതാണ്.
നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് ആണോ വിൽക്കാൻ ഉദ്ദേശിക്കണേ, അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് കാറ്റഗറി ആണോ വിൽക്കാൻ ഉദ്ദേശിക്കണേ, അത് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ചിലവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും വിൽക്കും. ആകാശത്തിന്റെ കീഴിലുള്ള എല്ലാ സാധനവും കാർഡടിച്ച് വെടിവെക്കും. ചിലരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അങ്ങനെയൊന്നുമില്ല, നമ്മളൊരു വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വിൽക്കും. അപ്പൊ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കസ്റ്റമർ ഒരു സീരിയസ് ബ്രാൻഡായിട്ട് എടുക്കൂല. നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിങ്ങളുടെ വാട്സപ്പിൽ കാറ്റലോഗൊക്കെ അവർ വന്ന് വിസിറ്റ് ചെയ്യാൻ നേരത്ത് അതിലെല്ലാം കിടക്കുക. ഷൂസ്, കറി മസാല, അതുപോലെ തന്നെ മറ്റു വെളിച്ചെണ്ണ, അതിലെല്ലാം ഉണ്ട്. വാച്ച്, കുട്ടികളുടെ ഷർട്ട്, പെൺകുട്ടികളുടെ ഡ്രസ്സ്, എല്ലാം ഉണ്ട്. കയ്യിൽ കിട്ടണ എന്തും എടുത്ത് വിൽക്കുക. എന്നിട്ട് അതിലൊരു സ്റ്റിക്കർ പിടിച്ചു നോക്കുക. അതൊരിക്കലും ബ്രാൻഡല്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു നീഷ് കാറ്റഗറി ഫോക്കസ് ചെയ്യണം. നീഷ് കാറ്റഗറി ഫോക്കസ് ചെയ്തില്ലെങ്കിലോ ഒരു വലിയ ബിഗ് കാറ്റഗറി എങ്കിലും നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ഷർട്ട് ആണെങ്കിൽ ഷർട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു ഷോപ്പ് പോലെയായി നിങ്ങൾ ബ്രാൻഡ് ആവണില്ല. ഈ ഒരു കാറ്റഗറിയിൽ നിന്നുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആഴത്തിലുള്ള അറിവ് നേടാൻ പറ്റും. കാലങ്ങൾ കടന്നു പോകുന്നതോറും നിങ്ങളുടെ അറിവ് കൂടി വരും. അറിവ് കൂടി വരുന്നതോറും നിങ്ങൾക്ക് അതെല്ലാം ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാർജിനും അതിനനുസരിച്ച് കൂടും. ഇതൊരു സിംഗിൾ കാറ്റഗറി പിടിച്ചാലാണ് പറ്റുള്ളൂ. കാറ്റഗറി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ക്ലോത്തിങ് ആണെങ്കിൽ ക്ലോത്തിങ് മാത്രം, അത് തന്നെ വലിയൊരു കാറ്റഗറിയാണ്. അത് വീണ്ടും ചെറുതാക്കാനാണ് ഞാൻ പറയുള്ളൂ. ഇപ്പൊ ക്ലോത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ക്ലോത്ത് ചെയ്യാം. മല കയറാൻ പോണ മൗണ്ടനിങ് ചെയ്യണ ആളുകൾക്ക് അതൊരു ക്ലോത്തിങ് കാറ്റഗറിയാണ്. ചെറിയ കുട്ടികൾ മഞ്ഞത്തിടുന്ന കോട്ടുണ്ട് ഡ്രസ്സുകളുണ്ട്. അതുപോലെ തന്നെ സമ്മർ സീസണിൽ ഇടുന്ന ഡ്രസ് കളക്ഷൻ ഉണ്ട്, അത് മറ്റൊരു കാറ്റഗറി. അതുപോലെ തന്നെ ജെൻഡർ ഡിഫറൻസിയേഷൻ അതുണ്ട്, ആണ് പെണ്ണെന്നുള്ള വ്യത്യാസം അതുണ്ട്. വലിയ കാറ്റഗറിയാണ് ക്ലോത്ത് എന്നുള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒരു നീഷ് കാറ്റഗറി മാത്രം പിടിച്ച് അതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളതാണ്. പിന്നെയാണ് വരുന്നത് ബ്രാൻഡ് നെയിമിനെ പറ്റി, ലോഗോനെ പറ്റിയിട്ടൊക്കെ. ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സാധനം മനുഷ്യന് വായിക്കാൻ പറ്റണതായിരിക്കണം. പലരും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പുതിയ ബ്രാൻഡുകൾ മലയാളത്തിലും നമ്മുടെ കേരളത്തിലൊക്കെ ഇറക്കുമ്പോൾ പച്ച മലയാളം യൂസ് ചെയ്യും. മലയാളികൾക്ക് തന്നെ അത് വായിക്കാൻ പറ്റൂല, പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ. മലയാളം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ലാംഗ്വേജ് ആണ്. അവർക്ക് തന്നെ വായിക്കാൻ പറ്റാത്ത സാധനമാണ് പച്ച മലയാളത്തിലുള്ള ബ്രാൻഡുകൾ. നമ്മൾ ഭയങ്കര പാടായിരിക്കും. ഇതും ഈ ബ്രാൻഡ് നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ തങ്ങി നിൽക്കണം. ഒരു തവണയൊക്കെ വായിച്ച് 1-2 തവണയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഈ സാധനം മനസ്സിൽ തങ്ങണം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് വീണ്ടും 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 വാങ്ങിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ബ്രാൻഡ് നെയിം മനസ്സിൽ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ടുള്ള ഈ ജപ്പാൻകാർ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പനീസ് ഭാഷയായിട്ട് ഒരു ബന്ധമില്ലാത്ത പേരാണ്. സോണി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇംഗ്ലീഷ് വെസ്റ്റേൺ നെയിമാണ്. ശരിക്കും ജപ്പാൻകാർക്ക് ജാപ്പനീസ് ഭാഷയിൽ ഒരുപാട് വേണമെങ്കിൽ ഇടാറുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി അവിടെ ചിന്തിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണി ഇലക്ട്രോണിക്സ് കമ്പനി ആയിട്ടുള്ള സോണി ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ മാർക്കറ്റ് അമേരിക്കയാണ്. ഈ അമേരിക്കയിൽ വിൽക്കുമ്പോൾ ജാപ്പനീസ്, ഇത് തുടക്കകാലത്താണ്, 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജപ്പാൻ ഒന്ന് കയറി വന്ന ടൈമാണിത്. അമേരിക്കയാണ് മെയിൻ മാർക്കറ്റായിട്ടുള്ള അമേരിക്കൻസിന് വിൽക്കാൻ നേരത്ത് ജാപ്പനീസ് പേരിട്ട് കഴിഞ്ഞാൽ അവരൊരു പക്ഷെ അക്സെപ്റ്റ് ചെയ്യില്ല. മാത്രമല്ല വായിക്കാൻ പറ്റില്ല. ഇതാകുമ്പോൾ ആകെ 4 ലെറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. 4, 5, 6 ലെറ്ററിലൊക്കെ നിർത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ 2 വേർഡ്സുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്ത് വളരെ സിമ്പിളാക്കാൻ പറ്റുമോ അത് സിമ്പിളാക്കുക എന്നുള്ളതാണ്. ഇനി ബ്രാൻഡ് നെയിം നിങ്ങൾ ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബ്രാൻഡ് നെയിം അവൈലബിൾ ആണോ എന്നുള്ളത്. ബ്രാൻഡ് നെയിം ആരെങ്കിലും ഓൾറെഡി എടുത്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണമല്ലോ. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിളിൽ ചെന്നിട്ട് IP ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറാൻ ഞാൻ സൈഡിൽ കൊടുക്കാം. IP ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അടിച്ചു കൊടുക്കുക. പിന്നെ പ്രൊഡക്റ്റിന് ഒരു ക്ലാസ് ഉണ്ട്. ഓരോ പ്രൊഡക്റ്റുകൾക്കും സർവീസിനൊക്കെ അതിൻ്റെതായ ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഉദാഹരണം നിങ്ങൾ വിൽക്കുന്നത് വല്ല കറി മസാലയാണെങ്കിൽ അതിനൊരു ക്ലാസ് ഉണ്ടാവും, ഷർട്ടാണെങ്കിൽ അതിനൊരു ക്ലാസ് ഉണ്ടാവും, ഗ്ലൗസ് ആണെങ്കിൽ അതിനൊരു ക്ലാസ് ഉണ്ടാവും, കിച്ചൺ പ്രൊഡക്റ്റുകളാണെങ്കിൽ അതിനൊരു ക്ലാസ് ഉണ്ടാവും. അതെങ്ങനെയാണ് സെർച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ നെയിം അടിച്ചു കൊടുത്തിട്ട് ഗൂഗിളിൽ തന്നെ പ്രൊഡക്റ്റിൻ്റെ നെയിം അടിച്ചു കൊടുത്തിട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. ഗൂഗിളിൽ പ്രൊഡക്റ്റിൻ്റെ നെയിം അടിച്ചു കൊടുത്തിട്ട് ഏത് ക്ലാസ് ആണെന്നുള്ള ആ ചോദിച്ചിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്ത് പ്രൊഡക്റ്റ് നിങ്ങളുടെ ബ്രാൻഡ് നെയിമും അതേപോലെ ആ ക്ലാസ്സും കൂടി ചേർത്ത് IP ഇന്ത്യയുടെ സൈറ്റിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതിനുള്ള ഇത് തരും. ഈ ബ്രാൻഡ് നെയിം ഓൾറെഡി ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്നുള്ളത് അവരതിൽ കാണിച്ചു തരും. അപ്പോൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ അതിന്മേൽ പിടിക്കാൻ നിൽക്കണ്ട, അടുത്ത ബ്രാൻഡ് നെയിം കൊടുക്കാന്നുള്ളതാണ്.
അതാണ് ഇതെല്ലാം ഇറക്കിയതിന് ശേഷം രണ്ടാമത് ഇതിനെപ്പറ്റി ചിന്തിച്ചാലുള്ള പ്രശ്നം ഇതാണ്. ചിലപ്പോൾ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നാൾ എടുത്ത പണി വേസ്റ്റായി. ഓൾറെഡി ആരോ ഗുജറാത്തിലോ അല്ലെങ്കിൽ ബോംബെയിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ കേരളത്തിൽ മാർക്കറ്റും തുടങ്ങി സൂപ്പർ മാർക്കറ്റുകളിൽ സപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും ഇതേ ഒരു വക്കീൽ നോട്ടീസ് നിങ്ങളെ കാത്തിരിക്കും. ഇത് നിങ്ങൾ ഞങ്ങളെ ബ്രാൻഡ് നെയിം ഉപയോഗിച്ച് സാധനങ്ങൾ വിറ്റു, ഞങ്ങൾക്ക് ഇന്ന നഷ്ടം ഉണ്ടായി, ഇത്ര രൂപ നഷ്ടപരിഹാരം തന്നെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ പണിക്ക് നിൽക്കണ്ട. തുടക്കം തന്നെ ബ്രാൻഡ് നെയിം ആരും എടുക്കാത്തൊരു ബ്രാൻഡ് നെയിം എടുക്കണമായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ചില പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് റീബ്രാൻഡിങ് ചെയ്യാം, പിന്നെ ഈ കേസിന്റെ പുറകെ കിടക്കാന്നൊക്കെ പറഞ്ഞാൽ തലവേദന പിടിച്ച കാര്യമാണ്. അത് നിങ്ങൾ ഡേ 1 മുതൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. പിന്നെ ബ്രാൻഡ് നെയിം സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ നോക്കേണ്ട കാര്യമാണ്, ഇത് മസ്റ്റാന്ന് ഞാൻ പറയൂല, പക്ഷെ ഒരു നല്ലൊരു കാര്യമാണ് വെബ്സൈറ്റിന്റെ അവൈലബിലിറ്റി. ഇപ്പോൾ ഉദാഹരണം നിങ്ങളുടെ ബ്രാൻഡ് നെയിം ഇപ്പോൾ സോണി ആണെങ്കിൽ ഉദാഹരണം പറയണതാണ്, sony.com അവൈലബിൾ ആണെന്ന് നോക്കാം. അതെങ്ങനെയാണ് നോക്കണേന്നുള്ളത് ഗൂഗിളിൽ ചെന്നിട്ട് ഡൊമെയിൻ സെർച്ച് എന്ന് അടിച്ചു കൊടുത്താൽ മതി. ഞാൻ അത് സൈഡിൽ കൊടുക്കാം. ഡൊമെയിൻ സെർച്ച് എന്ന് അടിച്ചു കൊടുത്ത് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അതിൽ ചെക്ക് ചെയ്ത് നോക്കാം. www. ഇന്ന ബ്രാൻഡ് നെയിം sony.com അവൈലബിൾ ആണ്. അപ്പോൾ താഴെ കാണിക്കും sony.com അവൈലബിൾ അല്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ .com അവൈലബിൾ ആയിരിക്കില്ല, .in അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് പിക്ക് ചെയ്യാനുള്ള സാധ്യത നിങ്ങൾ നോക്കുക. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ആ ബ്രാൻഡ് നെയിം നിങ്ങളുടെയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ വേറെ ഒരാളും അത് എടുത്തിട്ടില്ല, IP ഇന്ത്യയുടെ സൈറ്റിൽ അതിന് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് ബ്രാൻഡ് രജിസ്ട്രേഷനിലേക്ക് കിടക്കാൻ പറ്റും. ഇന്ത്യ ഫയലിംഗ് പോലുള്ള വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ബ്രാൻഡ് രജിസ്ട്രേഷൻ ചെയ്യാം. 6000 രൂപ എന്തോ ആണ് ഒരു ക്ലാസ്സിൽ ഒരു ബ്രാൻഡ് എടുക്കുന്നതിന് ചിലവ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവർ വഴി ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ലോക്കല് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ ലോക്കൽ സ്ഥലങ്ങളിൽ ആരെങ്കിലും ബ്രാൻഡ് നെയിം എടുത്ത് തന്നെ സർവീസ് ചെയ്യണവരുണ്ടെങ്കിൽ അവരൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അവർ മൂലം ബ്രാൻഡ് നെയിം എടുത്തു കഴിഞ്ഞ് ഇതെല്ലാം ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നിങ്ങൾ സാധനം മാർക്കറ്റിൽ പ്രൊഡക്റ്റ് എത്തിക്കേണ്ടത്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാതി വഴിയിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മ വന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ കേൾക്കണത്. പിന്നെ രണ്ടാമത് തിരിച്ചു പോയി ഇതെല്ലാം ചെക്ക് ചെയ്തിനി അത് കിട്ടിയില്ലെങ്കിൽ അത് റീബ്രാൻഡിങ് ചെയ്ത് റീഡിസൈനിങ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്കും ടൈമും പോവും, അതുപോലെ തന്നെ പൈസയും പോവും. അപ്പോൾ ഡേ 1 മുതൽ ഇതിനെപ്പറ്റി ചിന്തിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് ബ്രാൻഡ് ഐഡൻറ്റിറ്റീനെ പറ്റിയിട്ടുള്ള കാര്യമാണ്. നമ്മളെ തിരിച്ചറിയാൻ നമുക്ക് കുറേ തിരിച്ചറിയൽ കാർഡുകളുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ അതിലുണ്ടാവും, വയസ്സുണ്ടാവും, ജെൻഡർ ഉണ്ടാവും, അങ്ങനെ പല കാര്യങ്ങൾ വെച്ചിട്ട്, കാരണം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെയാണ് ഒരു ബ്രാൻഡിനെ തിരിച്ചറിയാൻ ബ്രാൻഡിൻ്റെതായിട്ടുള്ള ചില ഐഡൻറ്റിറ്റികളുണ്ട്. പല രീതിയിലാണ്. ലോഗോ, അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിച്ചേക്കണ കളറ്, നിങ്ങൾ ഉപയോഗിച്ചേക്കണ ഫോണ്ട്, നിങ്ങളുടെ പ്രൊഡക്റ്റ് സ്മെല്ലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പോൾ പെർഫ്യൂമൊക്കെ ആണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള ആ സിഗ്നേച്ചർ സ്മെല്ല്, ഇപ്പോൾ ഫുഡ് ഐറ്റം ഒക്കെ ആണെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സിഗ്നേച്ചർ ടേസ്റ്റ്, ഇതെല്ലാം ബ്രാൻഡ് ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ്. നിങ്ങളെങ്ങനെ തിരിച്ചറിയാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു ഐഡൻറ്റിറ്റി പിക്ക് ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ID കാർഡിൽ നിങ്ങളുടെ ജെൻഡറിൻ്റെ ഭാഗത്ത് ആണുമാണ് പെണ്ണുമാണ് അങ്ങനെ എഴുതാൻ പറ്റുമോ? അങ്ങനെ എഴുതാൻ പറ്റില്ല. മുടി ഉള്ളതുമാണ് മുടി ഇല്ലാത്തതുമാണ് അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഏഴേ കോണിൽ നിന്നുള്ള രീതിയിലൊന്നും ആവരുത്. അതായത് ഇപ്പം പച്ച കളറാണ് നിങ്ങൾ ലോഗോയിൽ യൂസ് ചെയ്യണമെങ്കിൽ ആ പച്ച കളർ തന്നെ ആയിരിക്കണം മറ്റ് സ്ഥലങ്ങളിലും ഉപയോഗിക്കേണ്ടത്. ഞാൻ ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. ഇത് കോൾഗേറ്റ് ആണ്. ഈ കോൾഗേറ്റിന്റെ ബ്രാൻഡ് ഐഡന്റിറ്റിയാണ് ഇത്. കോൾഗേറ്റിന്റെ പാക്കേജിങ്ങിലുള്ള അതേ സിസ്റ്റം തന്നെയാണ് അവർ, അതേ കളർ തന്നെയാണ്, അതേ ഫോണ്ട് തന്നെയാണ്, അതേ രീതിയിൽ തന്നെയാണ് അവർ ഈ ഇതിലും കൊടുത്തേക്കണത്, പ്രൊഡക്റ്റിലും കൊടുത്തേക്കണത്. ഇതേ സെയിം കളർ തന്നെയല്ലേ അവർ ഈ പ്രൊഡക്റ്റിന്റെ ഇതിലും കൊടുത്തേക്കണേ. നോക്കി, പാക്കേജിങ്ങിലുള്ള അതേ കളർ തന്നെ പ്രൊഡക്റ്റിന്റെ മേത്ത്. ആ വൈറ്റ് സെയിം വൈറ്റ്, ആ ബ്ലൂ കളർ അതേ രീതിയിൽ തന്നെ. ഇത് കോൾഗേറ്റിന് ഇത് അറിയാവുന്ന, ഇവർ വലിയ മൾട്ടിനാഷണൽ ബ്രാൻഡാണ്. ഇവർക്ക് ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടീമുണ്ട്. അപ്പോൾ ഇവരിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാം. കോൾഗേറ്റ് പോലുള്ള വലിയ ബ്രാൻഡുകൾ ഇതൊക്കെ പാഠം ഉൾക്കൊള്ളാം. നമ്മൾ ഈസി ആയിട്ട്, നമുക്ക് അറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ബ്രാൻഡുകളെ നോക്കാം. അവരെന്താ വെച്ചാൽ ഇത് ക്ലീനാണ്. ഈ കോൾഗേറ്റിൻ്റെ ഇത് കണ്ടത് ക്ലീൻ. ഇതിന് കൂടുതൽ കഥയൊന്നും ഇവർ എഴുതിയിട്ടില്ല, വളരെ ക്ലീനാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പാക്കേജിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാക്കേജിങ്ങിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഇതാണ് ബ്രാൻഡ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കോൾഗേറ്റ്, ഇവിടെ ചുമപ്പ് ഉപയോഗിച്ചു, ഇവിടെ വന്നപ്പോൾ കാപ്പി, ഇപ്പറ വരുമ്പോൾ നീലയായി, മറ്റത് വേറെ വല്ല കളറുമായി. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നിങ്ങളെ മനസ്സിലാക്കാനുള്ള ആ ഒരു സാധ്യത കുറഞ്ഞു വരും. ഞാൻ പറഞ്ഞ പോലെ ഒരു 650 കളർ വാരി അടിച്ചു വെക്കുക, കുറേ തെയ്യവും കഥകളിയും അങ്ങനെ കുറേ എന്താ പറയുക സിമ്പലുകളൊക്കെ കൂട്ടരുത്.
ഇതൊന്നും ആളുകൾക്ക് ആകെ 2-3 സെന്റൻസ് കൂടി വന്നാൽ വായിക്കും. അതിൻ്റെ ഇടയിൽ നിങ്ങൾ എല്ലാം കൂടി വാരി വലിച്ച് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഏത് ഫോണ്ടാണോ നിങ്ങൾ യൂസ് ചെയ്തത് അതേ ഫോണ്ട് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു ഡിസൈനർ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസൈനർക്ക് പറഞ്ഞു കൊടുക്കണം ഒരു 3 കളർ മതി, അല്ലെങ്കിൽ ഒരു 4 കളർ മതി. അവരത് കളർ പാലറ്റ് എന്നൊക്കെ അവരുടെ ടെക്നിക്കൽ ടേംസിൽ അവർ പറയും. ആ കളർ പാലറ്റിലുള്ള അതേ കളർ തന്നെയാണ് പ്രൊഡക്റ്റിലും വരേണ്ടത്. സ്റ്റിക്കറിലും അതേ കളർ വരണം, പാക്കേജിങ്ങിലും അതേ കളർ വരണം, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലെ പ്രൊഫൈൽ പിക്ചറിലും അതേ കളർ വരണം, നിങ്ങളുടെ വെബ്സൈറ്റിൽ അതേ കളർ വരണം. എല്ലാ സ്ഥലത്തും ഒരേ കളറാവുമ്പോഴാണ്. ഇപ്പം ഞാൻ പെപ്സി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അതിൻ്റെ ലോഗോയും കളറും ഒക്കെ വന്നു. ഒരു റൗണ്ട് ഇട്ടിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്ലൂ കളർ അല്ല, പെപ്സി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് വന്നു. പെപ്സിയുടെ കളർ ഇനിയിപ്പോൾ നാളെ ഒരു പച്ച കളറായി കഴിഞ്ഞുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. കളറൊക്കെ വേണമെങ്കിൽ മാറ്റാവുന്നേ ഉള്ളൂ. പക്ഷേ പെപ്സി ഒന്നും അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബ്രാൻഡ് ഐഡന്റിറ്റിയാണത്. അപ്പോൾ പെപ്സി ആ ട്രാൻസ്പാരന്റ് കുപ്പിയിൽ കറുത്ത കളറിൽ കിട്ടുന്ന സാധനമാണ് പെപ്സി. അത് നാളെ പച്ചയാക്കി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഒരു ഷോപ്പിൽ ചെല്ലാൻ നേരത്ത് പച്ച, വേറൊരു ഷോപ്പിൽ ചെല്ലാൻ നേരത്ത് കറുപ്പ്. ഇപ്പം ഇങ്ങനെ വരാൻ നേരത്ത് പലരും പ്രശ്നമില്ല. പലരും ലോഗോ മിനിറ്റിന് ലോഗോ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, മിനിറ്റിന് കളറ് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ആളുകൾക്ക് നിങ്ങളുടെ ബ്രാൻഡിന് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത ബ്രാൻഡാണെന്ന് മനസ്സിലാക്കും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാടടിച്ച് വെടിവെക്കരുത്. 2 മുയലുകളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് ഒരു മുയലിനെയും പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് ബ്രാൻഡ് വളർത്തിയതിന് ശേഷം മാത്രം അടുത്ത സെക്ഷനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പോൾ പലരും വാദിക്കുകയായിരിക്കും മറ്റേ സാംസങ് പോലുള്ള ബ്രാൻഡുകൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, കൊറിയയിലൊക്കെ അവർ മറ്റേ സാംസങ് കറി പോട്ട് വരെ വെക്കുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കമ്പനി, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു $1 ബില്യൺ കമ്പനി ചെയ്യണ പോലെ ഒരു സാധാരണ തുടക്കത്തിലുള്ള ഒരു കമ്പനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് നിങ്ങൾ അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയതിനു ശേഷം മാത്രമാണ്, എന്നാലും നിങ്ങളുടെ സബ് കാറ്റഗറിയിലേക്ക് നീങ്ങാനേ ഞാൻ പറയുള്ളൂ. വേറെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാറ്റഗറി സെലക്ട് ചെയ്യാനായിട്ടും വളരെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ട് ഇന്ന് പറയാനുള്ള വീഡിയോ. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.